എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ ഹരേ രാമ. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് താരോപദേശമാണ്. രാമായണം. ബാലിയെ നിഗ്രഹിച്ചതിന് ശേഷം താര വിലപിച്ചപ്പോൾ താരയെ സാന്ത്വനപ്പെടുത്തുകയാണ് ശ്രീരാമൻ. തത്വോപദേശം നൽകി. അതാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിരോ ഭവദ്മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭൃത്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനം. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനം. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനം. ഓം ശ്രീ ഗുരുവായൂരപ്പ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ബാലകാന്ഡം വൃത്തം കേക. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ
ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇഷ്ടദേവതാവന്ദനം. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യണം കാനനേ നാഥേ കാനനേ ദിഗംബരൻ. നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യണം കാനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്ന് പിറന്ന താപോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്നിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്നിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. ആധാരം ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിന് ആധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ. ആദ്യ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളോർത്തു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാം ആദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാമണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്ത വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദന സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയൻ നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനം പ്രതി
ദിനാവധി കേടാനാമ്പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായൊരടിയെന്നെ അനുഗ്രഹിക്കേണമേ. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദൂഷാം അഗ്രേശ്വരൻ മൽഗുരുനാഥന് അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ബാലിവധം. ഓം വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മകൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രൂധനായി നിന്ന് കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം സദാ ശ്രുത്വാതിവിസ്മിതനായോരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തെ ഭർത്തുരഗ്രേ ചെന്ന് ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശംഖാവിഹീനം പുറപ്പെട്ടതെന്തോരു ശങ്കയുണ്ടില് എനിക്കത് കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ വിരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടെന്ന് പിന്തുണ നിർണയം. ബാലിയും താരയോട് ആശു ചൊല്ലിടിനാൻ. ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകൊലാം. കൈയച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണമോമലേ. ബന്ധുവായുള്ളത് ഓർക്ക, സുഗ്രീവന് ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായി ഉണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാലും അവനും അറിയനേ. ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചൻ. ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീയും. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലവേ. താരയും ചെന്നാളത് കേട്ടവനോട് വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിന് പോയത് താനേ മമസുതനങ്കതന നേരം കേട്ടോരു ദന്തമെന്നോട് ചൊന്നാനത് കേട്ടിട്ട് ശേഷം യഥോചിതം പോകനീം. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ. ദണ്ഡകാനനെ വന്യാസനായി തപസ് ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ള ഒരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണേ
ഈർഷ്യമൂകാചലി വന്നിത് മിത്രാഞ്ജനേയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴേന്ന് അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ടോരഗ്നിസാക്ഷിയായി ഈ ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്ന കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പാനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരം അർക്കതനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെയവൻ വൈരമെല്ലാം കളഞ്ഞ ആശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചുകൊള്ളുകൈളമയായി. യാഹിരാമം നീ ശരണമായി വേഗേന പാഹിമാം അങ്കദം രാജ്യം കുലം ചതീം. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞ് കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ ഓ വ്യാകുലഹീനം പുണർന്നു രാഘവസേന പറഞ്ഞിതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായി ഏതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനീം. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരും എന്നോടും അവരൊന്ന് നിർണയം. രാമനെ സ്നേഹം എന്നോളമില്ലാർക്കുമേ. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷാഭേദം ഭവാനില്ല നിർണയം നിർഗുണനേകനാത്മാരാമനീശ്വരൻ. തച്ചരണാംബുജെ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. ഭർതൃഗൃഹത്തിങ്കൽ ഉപകാരവുമേറും. സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവരെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കില് എന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി പുഷ്കരലോചനേ പൂർണ്ണഗുണാംബുധേം. ഇത്തമാശ്വാസ്യ വൃത്രാരിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം നിർഗമിച്ചിടിനാൻ. യുദ്ധായ സത്വരം നിർഗമിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധ താരയും അശ്രുഗണങ്ങളും വാർത്ത് ആരൂഢതാപം അകത്തു പൊക്കിയിടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താടിച്ചിതു ബാലിയെ. ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങുറ്റത്തിൽ വീണും മുരണ്ടും മുൾച്ചീറ്റം കലർന്ന് നഖം കൊണ്ട് മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും ആടി വിളിക്കയും കോപിച്ചടുക്കയും കൂടെ വിയർക്കയും നാടികൾ തീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടികൾ ഉയർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലം താനുമുള്ളവോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാ ദൃഢം.
രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ട് ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീലവാട്ടമൊരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്ത ഒരു മാല പാലിക്കും ഉണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ച് തർക്കതനേന വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും. അഗ്രജ മുഷ്ടിപ്രഹരങ്ങളാൽ ഏൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ ഭക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാമസ്തം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദിതമമ്മാറായിട്ടരുളിയിടിനാൻ. ചെന്നത് ബാലിതന്മാരിൽ തറച്ച് ഒന്നലറി വീണീടിനാൻ ബാലിയും. ഭൂമിയും ഒന്ന് വിറച്ചു അന്നേരത്ത് രാമനെ കൂപ്പി സ്തുതിച്ചു മമുൽസുതൻ. മോഹം കലർന്ന മുഹൂർത്തം മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘൂത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ച് അന്യവാണിയിൽ ചാപവും ചീരവസനവും തുണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിൽ വനമാലയും പൂണ്ട് ചാർച്ചായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളക്ഷവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസാ കണ്ട് ഗർഹിച്ചു പറഞ്ഞത് ബാലിയും ഉണ്ടായ കോപകേതാകുലചേതസ. ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബാലിയുടെ പരിഭാഷ. എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതു, എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ. എന്തോ ഒരു കീർത്തി ലഭിച്ചത് കൊണ്ട് ചിന്തിക്ക, രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുത് ജയിക്കേണമേവനും. എന്തോ ഒരു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമായതും കൃതമല്ല അല്ലയാഞ്ഞതും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലാഞ്ഞതും. രക്ഷോവരന്തവ പത്നിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നില്ലേ. ആരറിയാത്തതും മൂന്ന് ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികൂടാതലത്തോടും ശങ്കാവിഹീന ദശാസിനോടും കൂടെ ബന്ധിച്ച് ഞാൻ അരനാഴിക കൊണ്ട് നിന്നന്തിയെ വെച്ച് തൊഴുതേനു മാതരാൽ. ധർമ്മിഷ്ഠനെന്ന് ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതിയും. ധർമ്മമെന്തോന്ന് ലഭിച്ചതുകൊണ്ട് നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതിച്ച് എയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്ന് പറക നീയും. വാനരമാംസ ഭക്ഷ്യമത്രേ ബദമാനസേ തോന്നിയതെന്തിനു ഭൂപതേ. യുദ്ധം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘൂത്തമൻ.
ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി ധർമ്മ നിർമ്മത്സരം നടന്നിതു നീള ഞാൻ. ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീള ഞാൻ. പാപിയോരധർമ്മിഷ്ഠനാൻ നിന്നുടെ പാപം കളഞ്ഞ് ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചത് ഞാൻ മോഹബദ്ധനായി. നിന്നെ നീയേതും അറിയാത്തതുമടോ. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും മിത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദമാകൂ. മൃത്യചേതസിമുഖാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചും ഏറ്റവും മഹാഭാവി. താപം അവർക്ക് അതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചതാ. ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ. നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കും എല്ലായിടവും. ഏറെ പറഞ്ഞു പോകായിലവരോടതും. പാപത്തിനായി വരും പാപികൾക്ക് ഏറ്റവും യുദ്ധം അരുൾ ചെയ്തതൊക്കെ കേട്ടോരു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനേ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം. ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗോ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടു കണ്ടോരോ നിന്നന്തികേ താവകമായ ശരമേറ്റ് ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നത് ആഹന്ത ഭാഗ്യം എന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ട് ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകിലായെന്നുമേ. സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ട് അൻപോട് നിന്നുടെ സഹായകം കൊണ്ട് മരിപ്പാൻ അവകാശം ഇക്കാലമുണ്ടായത് എന്നുടെ ഭാഗ്യാതിരേകം. അതിനുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാൻ ആശുപങ്ക്തിരഥോത്മജനായി ജനിച്ചു ബാലൻ. പത്മജൻ മുന്നം അർത്ഥിക്കയാൽ എന്നെയും പത്മജൻ മുന്നം അർത്ഥിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ. എന്നോട് തുല്യബലനാകും അങ്കദൻ തന്നിൽ നിന്തിരുള്ള ഉണ്ടായിരിക്കണം. അർക്കതനേനും അങ്കദവാലനും ഓക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ച് തൃക്കൈ കൊണ്ട് അടിയനെ അൻപോടുമല്ലേ തലോടുകയും വേണം എന്നത് കേട്ട് രഘുത്തമൻ ബാണവും ചെന്ന് പറിച്ച് തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്ത് വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്രവൃന്ദദുരാപമായുള്ളൊരു ലോകം ഭവൽപദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം
മർക്കടോഹം ഭയത്തോട് ഓടി വേഗേന പൊക്കിത് കിഷ്കിന്ധയായ പുരാജിതേം ചിന്തയായ പുരാജിരേ ചൊല്ലിനായി താരയോട് ആശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമ സായകമേറ്റു രണജിരേ രണജിരേ താരേ കുമാരനെയോ ആഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ച് ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധാ മഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്ധികൾക്കുള്ളിൽ കടക്കാതിരിക്കണം. താരാവിലാപം. കൃഷ്ണ ചൂടുവെള്ളം തരാൻ പോലും കാര്യമില്ല. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതിയേ നമഃ. ബാലി മരിച്ചത് കേട്ടൊരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്ത് ദുഃഖേന വക്ഷസി താടിച്ച് ഗദ്ഗതവാദ പറഞ്ഞു പലതരം. എന്തിന് എനിക്കിനി പുത്രനും രാജ്യവും, എന്തിനു ഭൂതലവാസവും മേ വൃഥ. ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ. യുദ്ധം കരഞ്ഞവൾ ചെന്നു തൻ രക്തവാംസുക്കൾ അണിഞ്ഞ് കിടക്കുന്ന ഭർത്തൃക്കളെ ബരം കണ്ട് മോഹം പൂണ്ട് പുത്രനോടുകൂടെ ഏറ്റവും വിവശയായി വീണു ചെന്ന് പദാന്തികേ താരയും കേണു തുടങ്ങിനാൾ. പിന്നെ പലതരം ബാണമേതെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന്നു പോരാ പിരിഞ്ഞ് പ്രാണനാഥന്നു പിരിഞ്ഞാലിടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ. കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാ നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗ ദുഃഖം രഘുപതി. വ്യഗ്രവും തീർത്ത് രുമയുമായി വാഴുക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. യുദ്ധം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുത്തമൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താര ഉപദേശം. എന്തിനു ശേഷം വൃഥ തവ കേൾക്ക നീ ബന്ധമില്ല ഏതും ഇതിന്നു മനോഹരെ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥം എന്തോന്നു എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം മാംസരക്താസ്തി കൊണ്ടിടോ. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ. അല്ലലുണ്ടാകായികത് നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ. ദുഃഖവിഷയവുമല്ലത് കേവലം സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയ നീ. സർവകൻ ജീവനേകൻ ഭരണദ്വയന അവ്യയനാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്ത് ദുഃഖത്തിന് കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചത് പിന്നെയും
നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായത് ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ള ഉള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധി എന്നത് കേട്ട് അരുൾ ചെയ്തത് രഘുവരൻ തന്നെ രഹസ്യമായുള്ളത് കേൾക്ക നീ യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാര ഭാവഭേദേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിന് സംസാരം എത്തും അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ന്യായമാനം എങ്ങനെയെന്നതും കേൾക്കുന്നതും മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ നൂനം അനാദ്യ വിദ്യ ബന്ധഹേതുന നാനാഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമാകയും സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസേ സംസാര കാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മാനസ്തത്കൃതബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യം ഉണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലല്ല തദ്രഞ്ജനാചിത്തെ നിരൂപിച്ച് കാണുക നീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ സൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്കൊണ്ട് സംസാരേ വലയുന്നു ആദോ മനോഗുണാൽ സൃഷ്ട്വാ തതസ്ത്വാ വേദം വിധിക്കും ബഹുവിധി കർമ്മങ്ങൾ ശുക്ലരക്ഷാസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങുമാം ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നുമാദ്യ വിദ്യാവംശം പ്രാപിച്ചു തിഷ്ട്യഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലേ പൂർവവാസനയാ സമാം ജായതേ ഭൂയോ ഖടീയന്ത്രവത്സദ മായാബലത്താലതാർക്കൊഴിക്കാമടോ യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസി തൽഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മദ്വിഷയാ ദൃഢം ശ്രദ്ധയുണ്ടാം കഥാശ്രവണേന മമ ശുദ്ധ സ്വരൂപ വിജ്ഞാനം ജായതേ സൽഗുണനാഥപ്രസാദേന മാനസേ വാക്യാർത്ഥവിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് ആഹന്ത വേറൊരു നൂനം ആത്മാവിന്
സത്യമാനന്ദമേകം പരബ്രഹ്മം പരമദ്വയം സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമ അറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തം ഓർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരെ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൽ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക് നീ. ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവ നിനക്കു കാട്ടിത്തന്നു. വർത്താനം എന്തോ ചെയ്യാൻ ദൈവത്തെ വിളിക്കുന്ന കേൾക്കുമല്ല. അവളായി ചെറുക്കിൻ്റെ കിടക്കളി ചെയ്യാനാ. താപമിനിക്കളഞ്ഞാലു വശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞത് കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞത് ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായിടിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമോത്രേണതാരയും ഭക്തി മുഴുത്തിട്ട് ആദിബന്ധം തീർന്ന് മുക്തയായ ആളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞ് സുഗ്രീവനുമിവ കേട്ടൂരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗമുഖ്യം കൊണ്ട് വിജ്ഞാനമോട് അതിസ്വസ്ഥനായ തുലോം. സുഗ്രീവ രാജ്യാഭിഷേകം. നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ജാ കുലധർമ്മം ജാ മാം ജപാലയ പാലയ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. സദാ സായി.